തട്ടിപ്പാണെങ്കിലും അതല്ലാത്ത തട്ടിപ്പാണെങ്കിലും ഏത് വെട്ടിപ്പാണെങ്കിലും ആ രംഗത്തൊക്കെ മുൻപന്തിയിൽ അവരുണ്ട്. അതും പറഞ്ഞോട്ടെ മുസ്ലിയാക്കന്മാർ തന്നെ. ഹസൻ സഖാഫി പൂക്കോട്ട് തന്നെ പറയട്ടെ, ഇവിടെ സമ്പാദ്യ മാർഗങ്ങളിൽ പലിശ അന്യമല്ല, പലിശയിലൂടെയാണ് ഇവര് പണം ഉണ്ടാക്കുന്നത്. പറയട്ടെ ഹസൻ സഖാഫി, എങ്കിൽ ഇപ്പൊ നമ്മളെ വക പറയേണ്ട ആവശ്യമില്ല. എപിയുടെ മഹത്വം പറയാൻ വേണ്ടി അവർക്ക് ധാരാളം പറയാം. പറയുന്നതിന് വിരോധമുള്ളതേ പറയാൻ പറ്റുമെന്ന് മാത്രം, ഇല്ലാത്തത് പറയരുത്. എന്നാല് നേരത്തെ നിങ്ങളൊക്കെ കണ്ടതാണിത്. ഇതേതാ മാതൃഭൂമിയ. മാതൃഭൂമിയിൽ അദ്ദേഹത്തിന് വല്ലാത്ത ആദരവ് കൊടുത്തു. മാതൃഭൂമി സപ്ലിമെന്റ് അഥവാ മാതൃഭൂമി ലേഖകൻ എഴുതിയതല്ല, സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേജ് വിലക്കെടുത്തിട്ട് ഇവർക്ക് ആവശ്യമുള്ള ഫോട്ടോ, ആവശ്യമുള്ള വാക്കുകൾ ഇവർ എഴുതി ചേർത്തത്. അതിലെന്താ ഉള്ളത്? മർക്കസിന്റെ 23ാം വാർഷിക സമ്മേളനം നടക്കുമ്പോ 23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ കാഴ്ചവെച്ചു എന്നും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോളം തുല്യനായ ഒരു മനുഷ്യൻ ഇന്നുണ്ടെങ്കിൽ, അതിന് ഭാഗ്യവാനായ ഒരാളുണ്ടെങ്കിൽ അത് AP തന്നെയാണ് എന്ന് പറഞ്ഞ് പ്രവാചക തുല്യനാക്കിയിട്ട് ഇയാളെ പരിചയപ്പെടുത്തി. അല്ലേ? ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് പരിശുദ്ധമായ മതത്തിനെതിൽ ഇയാള് വല്ലതും ചെയ്താൽ അത് പ്രവാചകർ ചെയ്തതിന് തുല്യമാണ് എന്ന് വരുത്തും. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ടുപോയി പണയപ്പെടുത്തിയത് മാളയിലെ ഈ കമാലിയ മെഡിക്കൽ ട്രസ്റ്റിനു വേണ്ടി ഇവർ പണയപ്പെടുത്തി 5 കോടി രൂപ ലോൺ എടുത്തു. ഇത് തെറ്റല്ലേ, ഹറാമല്ലേ എന്ന് ചോദിച്ചപ്പോ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി കുറ്റ്യാടി ഭാഗത്ത് കോളേജ് നടത്തുന്ന പേരോട്ടുകാരൻ മൗലവി പരസ്യമായിട്ട് പറഞ്ഞു. ദുബൈയിലെ ഷെർവാനി പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചു. വേറെയും അവരുടെ കേസറ്റുകൾ നമ്മുടെ കൈവശമുണ്ട്. അതിലൊക്കെ എന്താ പ്രസംഗിച്ചത്? അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അവിടുത്തെ പടയെങ്കി പണയപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് പണയപ്പെടുത്തിയത് വലിയ തെറ്റാണ് എന്ന് ധരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, റസൂലുള്ള പടയെങ്കി പണയപ്പെടുത്തിയ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണോ? അത് പലിശക്കാണോ? 5 കോടി രൂപ ലോൺ എടുത്തിട്ടുണ്ടോ? 5 കാശ് ലോൺ എടുത്തിട്ടുണ്ടോ? അതിന്റെ പേരിൽ പലിശക്ക്. അപ്പൊ പ്രവാചക തുല്യനായി ഇയാളെ പരിചയപ്പെടുത്തിയിട്ട് ഇയാൾ ചെയ്ത തമ്മാടിത്തം നബി തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുക. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? പലിശക്ക് ലോൺ എടുത്തു എന്ന് മാത്രമല്ല, അത് ന്യായികൾ ചൊപ്പിക്കാൻ നബിതങ്ങളെ പേരിൽ വെച്ച് കെട്ടുക പോലും ചെയ്തു. 23 കൊല്ലം കൊണ്ട് റസൂൽ ചെയ്തതിന് തുല്യമായി ഒരു വേള റസൂലിനെ കൊണ്ട് സാധിക്കാത്തത്ര വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്നുവരെ പ്രചരിപ്പിച്ചു. നമ്മളൊക്കെ വായിച്ചതാണ്. എന്നിട്ട് പലിശക്ക് പണമെടുത്തിന് അതിന് ന്യായമെന്താ? റസൂല പടയെങ്കിൽ പണയം വെച്ചില്ലേതാ? 8 ഭാര്യമാരുമായി 2 മാസക്കാലം തീ കത്താതെ, വീട്ടിൽ തീ പോലും കത്താതെ കഴിച്ചു കൂട്ടിയപ്പോൾ ഭാര്യമാരുടെ ഒട്ടിയ വയറ് അല്പമെങ്കിലും അത് ആശ്വസിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ നിന്ന് ഗോതമ്പിന്റെ പൊടി വായ്പ വാങ്ങിയപ്പോൾ ഒരു വിശ്വാസത്തിന്, ഒരു ഉറപ്പിന് തന്റെ പടയെങ്കിൽ അവിടെ കൊടുത്തതാ. പടയെങ്കിൽ അവിടെ കൊടുത്തത് അവിടെ പിടിച്ചോ, ഈ ഗോതമ്പിന്റെ പൊടി ഞാൻ തിരിച്ചു തരുമ്പോൾ പടയെങ്കിൽ തിരിച്ചേൽപ്പിച്ചാൽ മതി. അഥവാ ഗോതമ്പിന്റെ പൊടി തിരിച്ചു തന്നില്ല എങ്കിൽ ഈ പടയെങ്കിൽ എനിക്ക് സ്വന്തമാക്കാം, വിറ്റുപണമാക്കാം. ഇതാണ് റസൂലുള്ളാഹിന്റെ പണയം. 30 സ്വാഴി ഗോതമ്പിന്റെ പൊടി, 60 കിലോ ഗോതമ്പിന്റെ പൊടി അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ നിന്ന് വായ്പ വാങ്ങിയിട്ട് അതിന് ഒരു ഡെപ്പോസിറ്റ് എന്ന നിലക്ക്, പ്രൊട്ടക്ഷൻ എന്ന നിലക്ക് ഈ പടയെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അതാണത്രേ 5 കോടി ലോൺ എടുക്കാനുള്ള തെളിവ്. ആരാ പറഞ്ഞത്? സഖാഫിമാർ തന്നെയാണ്. എന്നിട്ട് അത് പറഞ്ഞ് ന്യായികൾ ചൊപ്പിക്കുക. ഇനി കൃത്യമായതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഹസൻ സഖാഫി തന്നെ പറയും. എങ്കിൽ നമ്മുടെ വിശദീകരണം ആവശ്യമില്ല. അപ്പൊ കാര്യം കൂടുതൽ ബോധ്യമാകും. ശ്രദ്ധിക്കുക. ഇത് കേരള ശബ്ദത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ഈ കേരള ശബ്ദത്തില് ഈ കോലത്തിൽ നെളിഞ്ഞിരുന്ന് കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയും മക്കളെ? നോക്കിക്കോ, എന്താ പറയുന്നത്? ഹെഡിങ് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല, മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല എന്ന് ഇയാള് പറയുന്നു. എന്നിട്ട് ഇയാള് പറയുമ്പോ കുട്ടികളെ ഒന്ന് വഞ്ചിക്കാൻ വേണ്ടി ഇയാള് പറഞ്ഞ വാക്കുകള് ആ റൈറ്റപ്പ് മാത്രം ഞാൻ വായിക്കാം. എന്താ പറയുന്നത്? പലിശ നിഷിദ്ധമാണെന്ന് പറയുന്ന ആളും പഠിപ്പിക്കുന്ന ആളും തന്നെയാണ് ഞാൻ. അതിന് ഒരു മാറ്റവുമില്ല. പലിശയ്ക്ക് വേണ്ടി ഞങ്ങളാരും വാങ്ങിയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? ഇയാൾ അതിവിദഗ്ധമായിട്ട് ഒപ്പിച്ചെടുത്തൊരു ശൈലിയാണത്.
ഗ്യാരണ്ടി പേപ്പർ മാത്രമാണ് ബാങ്കിൽ നിന്ന് വാങ്ങിയത്. ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? അപ്പൊ ലോൺ എടുത്തിട്ടില്ല, കാശ് വാങ്ങിയിട്ടില്ല, ഒരു ഗ്യാരണ്ടി പേപ്പർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാ. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഇത് മർക്കസു സഖാഫത്തി സുന്നിയയുടെ ലെറ്റർ പേഡ്. ഈ ലെറ്റർ പേഡിൽ എന്താ കാണുന്നത്? ഞാൻ വായിക്കാം. മർക്കസു സഖാഫത്തി സുന്നിയ, PO കാരന്തൂർ 673571 കാലിക്കറ്റ്, കേരള, ഇന്ത്യ. ഈ ലെറ്റർ പേഡിൽ ദ ചീഫ് മാനേജർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്, കോഴിക്കോട് സാർ, പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതും തൃശൂർ ജില്ലയിൽ മാളയിൽ പ്രവർത്തിച്ചു വരുന്നതുമായ ഇമാം റാസി മുസ്ലിം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. ലോൺ എടുക്കാൻ പോണ ആരുടെ പേരിലാണ് നോക്കണം? ലോകത്ത് ഇക്കണ്ട മുഫസ്സിരീങ്ങളൊക്കെ ഉണ്ടായ തഫ്സീറുൽ കബീർ, ഏറ്റവും വലിയ തഫ്സീർ ഇമാം റാസിന്റെ പേരിലാണ് ഇവർ പണയം ലോൺ എടുക്കാൻ പോകുന്നത്.